ഹായ് എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. വെണ്ടക്കായും പരിപ്പും വെച്ചിട്ടൊരു പുളിങ്കറി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആക്കുന്നത് പരിപ്പ് വെണ്ടക്കായ ഇട്ടിട്ടൊരു പുളിങ്കറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അപ്പോൾ ഞാൻ പരിപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നാളികേരം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചുവന്നുള്ളിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ അരയ്ക്കുമ്പോൾ ജീരകം ഇടില്ല കേട്ടോ. ജീരകം ഇടുമ്പോൾ ടേസ്റ്റ് മാറും, അതുകൊണ്ടാണ് ജീരകം ഇടാത്തത്. പിന്നെ നമുക്ക് പൊടി, 1 ടീസ്പൂൺ മുളകും പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നതിന് മെയിനായിട്ട് ഐറ്റം വെണ്ടക്കായാണ്. അപ്പോൾ വെണ്ടക്കായ ഒരു 3-5 വെണ്ടക്കായ ഉണ്ടാകും. അത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സബോള ഇതേപോലെ ചതുരത്തിൻ്റെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഇനി ഉപ്പൊക്കെയാണ്. അത് ഉപ്പും പുളിയൊക്കെയാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല, അപ്പോൾ അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ആദ്യം വേണ്ട സാധനങ്ങളൊക്കെ. എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുക്കറിലേക്ക് നമുക്ക് പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. നേരത്തെ ഇട്ടപ്പോഴേ ഒട്ടി പിടിച്ചിരുന്ന കാരണം വീണില്ല കേട്ടോ. അതേ പരിപ്പ് നമ്മളുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത് സബോളയാണ് കേട്ടോ. അപ്പോൾ സബോള തന്നെ ഒപ്പം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു മണത്തിനും കൂടിയാണ് സബോള ചേർക്കുന്നത്. സബോള ചേർത്തതിന് ശേഷം നമുക്ക് പരിപ്പ് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറേ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ തിളച്ച് മുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ കേട്ടോ. കുക്കറൊക്കെ ഞാൻ അടച്ചു വെച്ചു. നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഈ പരിപ്പ് വേവാനായിട്ട് നമുക്ക് 2 വിസിൽ വേണം കേട്ടോ. ഞാൻ ഇതിന് മുന്നൊരു പരിപ്പ് വേവിച്ചപ്പോൾ അതിൽ 2 വിസിലടിച്ചപ്പോഴാണ് ആ പരിപ്പ് വെന്തത്. അപ്പോൾ 2 വിസിലടിച്ചതിന് ശേഷം നമുക്ക് നിർത്താം കേട്ടോ. ുമ്പോഴേക്കും നമുക്ക് വെണ്ടക്കായ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ആ വെണ്ടക്കായയുടെ കൊഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ചൊരു പാൻ അടുപ്പത്ത് വെച്ചത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തന്നെ വെണ്ടക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. വെണ്ടക്കായ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചപ്പൊന്നും മാറി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വെണ്ടക്കായിൽ ഇറങ്ങിയുള്ള ആ കൊഴുപ്പൊന്നും മാറി കിട്ടും. അല്ലാണ്ട് നല്ല പോലെ ഒന്ന് വെച്ചാൽ വേവിക്കണ്ട, വെറുതെ ഒന്ന് വാടി കിട്ടിയാൽ മതി. കൈക്കൊന്നും വാടിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് തന്നെ വീണ്ടും പകർത്തി വെച്ചിട്ടുണ്ട്. 1 വിസിൽ കഴിഞ്ഞു. ഇനി ഇപ്പം നമ്മൾ അടിക്കാൻ പോകുന്നത് 2ാമത്തെ വിസിലാണ് കേട്ടോ. ആ 2ാമത്തെ വിസിലോട് കൂടിയിട്ട് നമ്മൾ സ്റ്റവ് ഓഫാക്കി കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ 1 വിസിൽ കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് 2ാമത്തെ വിസിലായി നമ്മൾ ഓഫാക്കാണേ. ഒന്ന് വെന്ത് മറ്റേ കുക്കറിൻ്റെ വിസിൽ എയർ പോകുമ്പോഴേക്കും നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിന് ചെറിയ മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ആവശ്യത്തിന് കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് അത് നമുക്ക് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. നമ്മളെ കുക്കറിൻ്റെ എയറൊക്കെ പോയി നോക്കാം കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ പരിപ്പും സബോളയൊക്കെ നല്ല പോലെ വെന്തുണ്ട് കേട്ടോ. ഈ വെന്തയിലേക്ക് നമുക്ക് ഇനി നമ്മുടെ വെണ്ടക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികളെല്ലാതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വെണ്ടക്കായ വാട്ടിയപ്പോൾ കുറച്ച് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളിയും വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പുളിയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. ഇത്രത്തോളം ഉപ്പ് ഞാനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൽ വെള്ളത്തിൽ പോരായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് സ്റ്റവ് കത്തിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം.
നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പ് പുളിയും പോരങ്ങി വരാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. വെണ്ടക്കായ നന്നായി വന്നിട്ടുണ്ട്. വെണ്ടക്കായ നമ്മൾ വാട്ടിയപ്പോൾ തന്നെ നല്ല പോലെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച നാളികേരം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തീ നന്നായി കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം നാളികേരം ഒഴിച്ചിട്ട് നമുക്കിത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ടാണ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ പത വരുമ്പോൾ നമുക്ക് സ്റ്റൗവൊക്കെ ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ. നാളികേരമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും ഉപ്പൊക്കെ പുളിയൊക്കെ ഉണ്ടോ നോക്കിയിട്ട്. അപ്പം നമ്മുടെ കറിയിലും പുളിയും ഉപ്പും കറക്റ്റ് പാകമാണ് കേട്ടോ. ഞാൻ സ്റ്റൗവൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് കാച്ചൊഴിക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വേണ്ട, നമുക്ക് കടുകാണ് പൊട്ടിക്കണത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ മതി. നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കടുകും ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുകും ഉലുവയ്ക്ക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും 2-3 വറ്റൽമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം. ഈ മുളകൊക്കെ ഒന്ന് നന്നായി മൂക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇളക്കി കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മുളകൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് സ്റ്റൗവൊക്കെ ഓഫാക്കി കൊടുത്തു കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ ഒന്ന് അടിക്കുക കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കറിക്ക് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ.